ലോകത്തെ സംബന്ധിച്ചിടത്തോളം ട്രംപ് ഏകദേശം ഒറ്റപ്പെട്ടു പോയ ഒരു അനുഭവമാണ് വാസ്തവത്തിലുണ്ടായത്. യൂറോപ്യൻ യൂണിയനുമായിട്ട് നമ്മൾ കരാറ് ഉണ്ടാക്കി. ഇംഗ്ലണ്ടുമായിട്ട് അതിനു മുമ്പ് തന്നെ FTA സൈൻ ചെയ്തിരുന്നു, ഫ്രീ ട്രേഡ് എഗ്രിമെൻറ്റ്. അത് സൈൻ ചെയ്തിരുന്നു. ഫ്രാൻസുമായിട്ട് വായുത്ത് കാശാർക്കാ പൊളിക്കുന്നത്. ഈ 100-140 റഫേൽ വിമാനം എന്ന് പറഞ്ഞാൽ എത്ര കോടി രൂപയാണ്? 3.25 ലക്ഷം കോടിയോ അങ്ങനെ തന്നെയാണ് ഒരു ഫിഗർ വന്നത്. നിസ്സാരമാണ്. 15 വർഷത്തേക്ക് ഫ്രാൻസിന് ശാപ്പാട് കഴിക്കാനുള്ള കാശ് ഇല്ലേ? ആർക്ക് പൊളിക്കൊന്നുമില്ല. അപ്പോൾ എന്ത് വന്നാലും ഫ്രാൻസ് എന്ത് സമ്മതിക്കുന്നു. അതുകൊണ്ടാണ് മാക്രോണോട് ഇവിടെ വന്നത്. ഫ്രാൻസിൽ നിന്ന് നമുക്ക് ഇവിടെ സംസാരിക്കാമെന്ന് പറഞ്ഞു, ഇവിടെ ചുറ്റി അടിച്ച് എന്നിട്ടൊക്കെ പുള്ളി പോകുള്ളൂ. അതിൽ കുറേയധികം കൺസെഷൻ ഫ്രാൻസ് ചെയ്തിട്ടുണ്ട്. അതേസമയം സോഴ്സ് കോഡ് തരില്ല എന്നും പറഞ്ഞിട്ടുണ്ട്. സോഴ്സ് കോഡ് തരില്ല എന്ന് പറഞ്ഞാണ് എഗ്രിമെൻറ്റ്. ഇനി നാളെ തരുവില്ല എന്നുള്ളത് വേറെ കാര്യം. പക്ഷേ ഫ്രാൻസ് പറഞ്ഞത്, എന്തിനാണ് നിങ്ങൾക്ക് സോഴ്സ് കോഡ്? റഫാൽ വിമാനം മറ്റ് വിമാനങ്ങളുമായിട്ട് ഇൻറ്റഗ്രേറ്റ് ചെയ്യണം, ഗ്രൗണ്ടുമായിട്ട് ഇൻറ്റഗ്രേറ്റ് ചെയ്യണം. ഇതിനാണ് സോഴ്സ് കോഡ് വേണം എന്ന് പറയുന്നത്. അപ്പം കംപ്ലീറ്റ് അത് നമ്മുടെ നിയന്ത്രണത്തിലാകും. അവർ പറഞ്ഞു ഇൻറ്റഗ്രേറ്റ് ചെയ്യാനുള്ള ഏർപ്പാട് ഞങ്ങൾ ചെയ്യാം, സോഴ്സ് കോഡ് തരില്ല, അത് ആരും തരാറില്ല, ഞങ്ങൾ മാത്രം തരണമെന്ന് പറഞ്ഞാൽ ശരി. ഇങ്ങനെ അത് നിൽക്കുന്നു. എന്നാലും വലിയ താമസമില്ലാതെ സോഴ്സ് കോഡും അവർ തരും എന്നാണ് എൻ്റെ വിശ്വാസം. ബട്ട് ഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ കുഴപ്പമില്ല എന്ന് അവർ പറഞ്ഞു. ഫ്രാൻസിന് ഇതിൽ വേറൊരു ഗുണമുണ്ട്. ഫ്രാൻസിൻ്റെ യൂറോപ്യൻ യൂണിയനിലെ മെമ്പർഷിപ്പ്, നാറ്റോയിലെ മെമ്പർഷിപ്പ്, ഇതൊക്കെ വെച്ചിട്ട് ഫ്രാൻസിന് ഈ വിമാനങ്ങൾ വിൽക്കാൻ കുറേ തടസ്സമുണ്ട്. ചില രാജ്യങ്ങൾക്ക് വിൽക്കാൻ പാടില്ല. നാറ്റോ അവരുടെ കൂട്ടുകെട്ടാണല്ലോ. നാറ്റോ പറയുകയാണ് ഇന്ന രാജ്യങ്ങൾക്ക് ആരും ആയുധം വിൽക്കരുതെന്ന് പറഞ്ഞാൽ ഫ്രാൻസിനും വിൽക്കാൻ പറ്റില്ല. ഇന്ത്യയിലുണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫ്രാൻസ് പറയും തനിക്ക് വിമാനം വേണോ? ഇന്ത്യയിൽ നിന്ന് മേടിച്ചു, ഞാൻ കൊടുത്തു തന്നെ, ഒറിജിനൽ സാധനം എൻ്റെ കാര്യം. അങ്ങനെ ഇന്ത്യ വഴി ഫ്രാൻസ് കാശുണ്ടാക്കും. നമുക്ക് സന്തോഷം. 10 വിമാനം, കൂടുതൽ 10 വിമാനം കാശ് വാങ്ങുന്നത്. അങ്ങനെ ഒരു ഇത്. ഇപ്പോൾ ട്രംപ് ഈ ഒരു സിറ്റുവേഷൻ പ്രതീക്ഷിച്ചിരുന്നില്ല. പുള്ളി പേടിപ്പിക്കുമ്പോൾ നാറ്റോ പേടിക്കും എന്ന് പുള്ളി വിചാരിച്ചു. നാറ്റോ പേടിക്കുകയും ചെയ്തു. ആദ്യം നാറ്റോ പേടിച്ചു. ബട്ട് മെല്ലെ മെല്ലെ ഓരോരുത്തർ ഒരു പരിധിയിൽ കവിഞ്ഞ് ഇയാളുടെ ചീത്ത കേൾക്കാനും ഓച്ചാനിക്കാനും ആൾക്കാർ നിൽക്കുമോ. കുറച്ച് കഴിയുമ്പോൾ അങ്ങനെയെങ്കിലും അങ്ങനെയെന്ന് പറഞ്ഞിട്ട് ഓരോരുത്തരായിട്ട് തിരിഞ്ഞ് കളിക്കാൻ തുടങ്ങി. അങ്ങനെയാണ് ഈ കരാറുകളൊക്കെ ഉണ്ടായത്. അപ്പോഴാണ് ട്രംപ് ധൃതി പിടിച്ച് ഇന്ത്യയുമായിട്ടുള്ള കരാറ് ഒപ്പിടുന്നത്. ഇപ്പോഴും ഒപ്പിട്ട് തീർന്ന് അത് മാർച്ച് 15-നാണ് ലാസ്റ്റ് ഡേറ്റ്. അപ്പോഴേ അതിൻ്റെ ഡീറ്റെയിൽസ് പുറത്ത് വരുള്ളൂ. ഈ ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ ഒരുപാടൊക്കെ എഴുതിയിടും, ഇതൊന്നും കരാറിലുള്ളതല്ല. അല്ലാന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ട്രൂത്ത് സോഷ്യലിൽ ട്രംപ് മാറ്റിയൊന്നുമില്ല. അമേരിക്കൻ സ്റ്റേറ്റ്മെൻ്റ് ഉണ്ടല്ലോ, കൊമേഴ്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സ്റ്റേറ്റ്മെൻറ്റിൽ അവരതനുസരിച്ച് മാറ്റി. $500 ബില്യൺ കച്ചവടം 5 വർഷം കൊണ്ട്, അതോ വർഷത്തിലൊരിക്കലോ അങ്ങനെ ഇന്ത്യ ചെയ്യുമെന്ന് കമ്മിറ്റ് ചെയ്തിട്ടുണ്ട്. ഇന്ത്യ പറഞ്ഞു ഞങ്ങൾ കമ്മിറ്റൊന്നും ചെയ്തിട്ടില്ല, ഉടനെ ചെയ്തിട്ടില്ല. ഇൻറ്റൻഷനേ ഉള്ളൂ, ഉദ്ദേശിക്കുന്നു. ഒരു കൊല എത്തപ്പഴം മേടിക്കണമെന്ന് എനിക്ക് ഉദ്ദേശമുണ്ട് എന്ന് പറയുന്നതല്ല. പക്ഷേ ഒരു കൊല എത്തപ്പഴം എനിക്ക് ആവശ്യമില്ല, ഞാൻ കഴിക്കുകയില്ല. ഇതാണ് അവസ്ഥ. അപ്പോൾ അങ്ങനെ പല മാറ്റങ്ങളൊക്കെ വരുത്തി. ആ കൂടെ വാസ്തവത്തിൽ അമേരിക്കയ്ക്ക് നാണക്കേടായിട്ട് നിൽക്കുകയാണ്. പിന്നെ നാണക്കേടായല്ലോ എന്ന് വിളിച്ചു പറയുന്നൊരു സ്വഭാവം മോദിക്കില്ല. അത് അമേരിക്കയോടും പറയാറില്ല, ബംഗ്ലാദേശിനോടും പറയാറില്ല. വലിയവനോ ചെറിയവനോ നോക്കാതെ പുള്ളി ആ ഒരു ഡിപ്ലോമാറ്റിക് ഡീസൻസി എപ്പോഴും കീപ്പ് ചെയ്യും.